വെച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഒരു എലിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഒരു 150 ഗ്രാം വെള്ളപ്പയറും ഒരു 1/2 കിലോ മത്തനും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളപ്പയറൊന്ന് നന്നായി ചൂടാക്കി എടുക്കാം, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ, എന്നാൽ കുക്കറിലിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ കയ്യോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചൂടുണ്ടായാൽ മതി കേട്ടോ, കരിയരുതേ. അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ വെള്ളപ്പയർ നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിന് വേവാൻ ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിരുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമുക്ക് വെള്ളപ്പയർ നോക്കാം കേട്ടോ. ഈ രീതിയിലാട്ടോ വേവിച്ചെടുക്കേണ്ടത്. ഞാൻ മത്തൻ ഈ ഷേപ്പിലാട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളപ്പയറിലേക്ക് ചേർത്തിട്ട് അപ്പോൾ നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക. അതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങ ഞാൻ കറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പം 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂട്ടാ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ വാഴക്ക വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും.